അന്നമ്മ, ആൻസിൻ്റെ ഓണറാണ്. ഞാൻ ഈ ബേക്കറി ഇത് തുടങ്ങിയിട്ടിപ്പോൾ 40 വർഷമായി. ഇത്രയും കാലം ഞങ്ങൾ കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോയിരുന്നു. ഈ വർഷം ഞങ്ങൾ UK-ക്കും US-നും നമ്മുടെ കേക്കിൻ്റെ വെറൈറ്റികൾ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യം വന്നു. നല്ല റെസ്പോൺസാണ് അവിടെ നിന്ന് വന്നത്. USA ചെല്ലാനുണ്ടായത് ഒരു നിമിത്തമാണ്. ഒരു ലേഡി അവർ പ്രഗ്നൻ്റ് ആണ്. അപ്പം ആഗ്രഹം പറഞ്ഞു, എനിക്കൊരു ആൻസിൻ്റെ ഒരു പ്ലം കേക്ക് തിന്നാൻ ഭയങ്കര കൊതി, ഒന്ന് വരുത്തി തരാമോ? അപ്പോൾ അവർ എറണാകുളത്തുള്ള ഞങ്ങളുടെ പനമ്പള്ളി കടയിൽ നിന്ന് കേക്ക് ഒരു 4-5 കേക്ക് അവർ അവിടെ വരുത്തി ആ ലേഡിക്ക് കൊടുക്കുകയും അപ്പോഴാണ് ആ ഓണർ പോലും ആ ഇമ്പോർട്ടർ പോലും നമ്മുടെ കേക്കിൻ്റെ ഒരു രുചി ആദ്യമായിട്ട് അറിയുന്നത്. അപ്പോൾ അങ്ങേരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത്രയും ടേസ്റ്റുള്ള ഒരു കേക്ക് ഞാൻ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കൊരു കണ്ടെയ്നറിൽ കേക്ക് വേണം. ഇതാണ് ആക്ച്വലി ഒരു നിമിത്തമായത്. അതിന് മുൻപ് പുള്ളി ആൻസിനെ കുറിച്ച് അറിയുമോ, ആൻസിൻ്റെ കേക്ക് കഴിച്ചോ ഒരു എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ ഒരു 7 വെറൈറ്റിയോളം കേക്കുകൾ അങ്ങേരെ എടുത്തു. ഇനിയിപ്പോൾ അടുത്തത് ഉടനെ തന്നെ എന്ന് പറയുന്ന പോലെ ജാനുവരിയിലേക്ക് കുറച്ച് വെറൈറ്റി കേക്കുകൾ വേണമെന്ന് അങ്ങേര് പറഞ്ഞിട്ടുമുണ്ട്. US മാർക്കറ്റിൽ ചെന്നിട്ട് അവിടുന്ന് അന്നേരം തന്നെ മറ്റെല്ലാ സ്റ്റേറ്റിൽ നിന്നും അവർക്ക് ഓർഡർ കിട്ടി, എല്ലാ സ്ഥലങ്ങളിലേക്കും കൊടുക്കുകയും ചെയ്തു. ഇതുകൂടാതെ ഞാൻ UK-ക്കും ഒരു കണ്ടെയ്നർ കേക്കുകൾ അയച്ചു. ഇതിനിങ്ങനെ ഒരു നിമിത്തം ഉണ്ടായിരുന്നു. അത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, UK-ക്ക് ഒരു എക്സ്പോർട്ട് ചെയ്യണം. കാരണം കേരളത്തിലുള്ള ഒരുപാട് ബേക്കറികൾ കേക്കുകളെല്ലാം എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആൻസ് മാത്രം എക്സ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുമായിരുന്നു, അതിന് നമ്മൾ എക്സ്പോർട്ടൊന്നും ചെയ്യാത്തേ, പണ്ടേ ഈ സാധനം കയറി അയക്കേണ്ടതല്ലേ, ഇത്ര നല്ല പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിയിട്ട് എന്തുകൊണ്ട് അയക്കുന്നില്ല? അങ്ങനെയാണ് ഞാൻ എന്താണെന്ന് തിരക്കൽ ഈ വർഷം ഒന്ന് UK ആദ്യം സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഈ ഫ്രോസൺ ഫുഡ്സായിട്ട് തന്നെ എല്ലാ സാധനങ്ങളും, ഈവൻ നമ്മുടെ നാടൻ പലഹാരങ്ങൾ, പിന്നെ കോംബോ പായ്ക്കായിട്ട് ഇപ്പം അപ്പവും കറി, അല്ലെ പുട്ടും കടലക്കറി, അല്ലെങ്കിൽ നമ്മുടെ പൊറോട്ട, കുമ്പിളപ്പം, ഇലയട തുടങ്ങിയ എല്ലാ പലഹാരങ്ങളും നമുക്ക് അവിടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രോസൺ യൂണിറ്റിൻ്റെ പണി തീരാറായി. അത് തീർന്നു കഴിയുമ്പോൾ അതും കൂടെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. എല്ലാവരും ചോദിക്കാറുണ്ട്, മ്യൂസിക് BA എടുത്ത് പഠിച്ച ഒരാൾ എങ്ങനെ ഒരു പാചക രംഗത്തേക്ക് വന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത വരാനുണ്ടായ കാരണം. അത് യാദൃച്ഛികമെന്ന് പറയാം. ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു അടുക്കളയിൽ കയറി ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അതിന് പ്രധാന കാരണം എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. അങ്ങേർക്ക് നല്ല സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങേർക്കുള്ള അവിടെയുള്ള സ്നേഹത്തെ പ്രതി ആണ് എൻ്റെ ഫസ്റ്റ് ഒരു തുടക്കം കിച്ചണിൽ കയറുന്നത് തന്നെ. മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് കേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ കേക്കിൻ്റെ തുടക്കം. അത് സക്സസ് ആയതോടുകൂടി പിന്നെ വീണ്ടും വീട്ടിലുള്ളവർ കേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. പിന്നെ എനിക്ക് അതിനകത്തോട്ടൊരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് വന്നു. പക്ഷെ അതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന പോലെയായിരുന്നു ഹസ്ബൻഡിൻ്റെ പ്രകൃതം. ബിസിനസ്സിലേക്ക് വരുന്നതിനകത്ത് ഒട്ടും താല്പര്യമില്ലായിരുന്നു അങ്ങേർക്ക്. പിന്നെ എൻ്റെ ഒരു നിർബന്ധത്തിന് വെറുതെ അങ്ങ് തുടങ്ങാമെന്നുള്ള ഒരു രീതിയിൽ, പിന്നെ ജനങ്ങളുടെ അത്രയും നല്ല റെസ്പോൺസ് വന്നപ്പോൾ കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ മെച്ചം കൊണ്ട് തന്നെ അന്ന് ആൾക്കാരുടെ ഇടയിലൊരു പേര് വന്നു. പിന്നെ അത് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത കടയിട്ടു. അങ്ങനെ പതുക്കെയാണ് ഇതിൻ്റെ വളർച്ച. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു മസാലയുടെ യൂണിറ്റ് തുടങ്ങിയപ്പോൾ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ ഉണ്ടാക്കിയാലേ വിജയിക്കുള്ളൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല ഇൻഗ്രീഡിയൻസ് മാത്രം എടുത്തിട്ട് സാധനങ്ങൾ ഉണ്ടാക്കിയാൽ വിജയിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പം മല്ലി എടുക്കുകയാണെങ്കിൽ മല്ലിയുടെ ഹസ്ക് ചേർക്കണം, അത് ഞാൻ തയ്യാറല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് മാസ് മാർക്കറ്റിൽ എനിക്ക് ബുദ്ധിമുട്ട് വന്നു. മസാല ഭയങ്കര ഫെയിലിയറായിപ്പോയി. ഞാൻ ഒരു തരത്തിലും അതിൽ നിന്ന് സർവൈവ് ചെയ്ത് വരില്ല എന്ന് പറഞ്ഞ ഒരു സമൂഹത്തിൻ്റെ ഇടയ്ക്ക് ഞാനിത് വളരെ കഷ്ടപ്പെട്ട് പ്രാർത്ഥനയോടുകൂടി ഓരോ കാര്യങ്ങൾ നീങ്ങി അത് എനിക്ക് ആ കടങ്ങൾ മുഴുവൻ എനിക്ക് വീട്ടാൻ ദൈവം സഹായിച്ചു.